Okay, good morning, children. So, in our previous video, we have discussed about resistors, right? Resistors and light dependent resistor. That is, in that, if the intensity of light is increasing, what is happening? The resistance is decreasing. If the intensity of light is decreasing, the resistance is increasing. Intensity decreasing means dim ആവുക അപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നു. സോ നെക്സ്റ്റ് നമ്മളൊരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ് നോക്കി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് temperature dependent resistor. Okay, it's another type of resistance, is depend on its environment. In this we are using the factor called temperature. Okay, the resistance changes by a narrow large amount by a narrow range of temperature. ചെറിയ ടെമ്പറേച്ചർ ചേഞ്ചിന് പോലും നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇത് മാറുന്നത് കാണാൻ പറ്റും. For some thermistor, the resistance decreases as they heated, perhaps 2 kilo ohm at temperature to 20 ohm at 100 degrees Celsius. Stellar thermistor, we can see that temperature is as the temperature is increasing, we can see that the resistance is decreasing. As the temperature is increasing, we can see the resistance is decreasing. So here these are thermistor, thus useful for the temperature probes. Okay, we are going to discuss in the section 10.1. Okay, that is here what നമ്മൾ തെർമോമീറ്റേഴ്സിൽ അത് പഠിച്ചിട്ടുണ്ട്, തെർമോകപ്പിളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്, ഇഫ് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ റെസിസ്റ്റൻസ് ഇസ് ഡിക്രീസിങ്. ഫോർ അതർ തെർമിസ്റ്റേഴ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്, ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഓവർ എ സിമിലർ ടെമ്പറേച്ചർ റേഞ്ച്. ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ സർക്യൂട്ട് വേർ യു prevent overheating. Okay, in such cases our resistance koodana, because if large amount of current is flowing means the circuit will be burn out. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. Here if in such some cases as the temperature is increasing, resistance increases. For other thermistors the resistance increases over a similar temperature range. Okay, over a similar temperature range. Okay, I will repeat it again. For some thermistor, the resistance is decreasing as the temperature is increasing. അതായത് ഇപ്പോൾ തെർമോകപ്പിൾ, തെർമോ ടെമ്പറേച്ചർ പ്രോബ്സ് പോലുള്ളതിൽ റെസിസ്റ്റൻസ് കുറയായിരിക്കും. എങ്ങനെ? ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസിങ്. ഫോർ സം കേസസ് റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസിങ് ആസ് എ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസസ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. വൈ? ബിക്കോസ് ഇപ്പോൾ നമുക്കറിയാം ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ് റെസിസ്റ്റൻസ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ large amount of current പോകും അല്ലേ? If resistance is less means large amount of current will be passing through the circuit. So this may be led to overheat and burnout. So ഇങ്ങനൊരു തെർമിസ്റ്റർ വെക്കുമ്പോൾ ആസ് എ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. ഹൈ കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നതും അവിടെ കുറയും. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ജനറലി നമ്മൾ പഠിക്കുന്നത് ആസ് ഫസ്റ്റ് പറഞ്ഞതാണ് നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ആസ് ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ് വി ക്യാൻ സീ ദ റെസിസ്റ്റൻസ് ഇസ് ഡിക്രീസിങ്. സോ ഈ ഒരു ടൈപ്പാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ആസ് എ ടെമ്പറേച്ചർ സെക്കൻഡ് ടൈപ്പും നമ്മൾ ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കൂടുന്ന രീതിയിൽ മെജോറിറ്റി വിൽ ബി ഫോളോയിങ് ദിസ് ടെക്നിക്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഇസ് ഡിക്രീസിങ്. ഇവിടെ കണ്ടു അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ ഹയർ റെസിസ്റ്റൻസിൽ ടെമ്പറേച്ചർ എന്തായിരുന്നു? കുറവായിരുന്നു. റെസിസ്റ്റൻസ് ഇങ്ങനെ നമുക്കറിയാം, റെസിസ്റ്റൻസ് കുറയും തോറും ടെമ്പറേച്ചർ കൂടുക. ശരി, നമുക്ക് ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സ്കെയിൽ എന്ന് വെക്കാം. നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു. ആസ് ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ് വി ക്യാൻ സീ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഇസ് ഡിക്രീസിങ് അല്ലേ? സോ this is a circuit symbol for the thermistor. This is a thermistor. The resistance of thermistor depend on the temperature. In this case, in the middle of curves, resistance drops as lot of temperature increases by a small amount. In a so we can see that the resistance is decreasing. Okay, so it's depend on an external factor called temperature. Mainly we can set into two condition as we required. As the temperature is increasing, we can set as that resistance is decreasing, or vice versa. It is a resistor which depend on temperature. We can decide, but generally MCQ what we have to write is as temperature increases resistance decreases. This graph adana nammal koodal avada
തന്നിരിക്കുന്ന ആൻസറും ആസ് ടെമ്പറേച്ചർ നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് എ റിലേ അവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കാൻ പോകുന്നത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസസ് ഡിക്രീസിങ്. ഓക്കെ, കീപ് ഇൻ മൈൻഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഓക്കെ, സോ പ്ലീസ് യു ക്യാൻ ഇവിടെ ഈ സെക്ഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ യുവർ റെക്കോർഡ് യു ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ യൂണിറ്റ് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് റിലേ. വാട്ട് ഈസ് എ റിലേ? Okay, I think you have studied in 7th or 8th standard about electric bell. I think in 7th standard electromagnets ഒക്കെ പഠിക്കുമ്പോൾ we have studied relay. It's a type of a switch. അത് എന്ത് switch ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ it will be having two connections. Okay, രണ്ട് circuits ഉണ്ടാവും. There will be an electromagnet and a switch. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദർ ആർ കോമ്പോണൻസ് വിച്ച് ആർ ഗെറ്റിംഗ് മാഗ്നറ്റൈസ് വെൻ എ കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. അല്ലേ, ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗെറ്റിംഗ് മാഗ്നറ്റൈസ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ. So what happened? Appo ivada relay is having two circuits. Mainly what we are using relay means in some cases the secondary circuit, I told you there will be two circuit. In some cases the secondary circuit will be a circuit in which high voltage current is passing. Okay, high voltage current is passing. In such cases it's very risky to operate that particular circuit. So for that we are setting a primary circuit to operate the secondary circuit. Okay, in such cases we are operating this primary circuit to operate the secondary circuit. For that we are depending what type of circuit? Relay switches ennu namukku parayam. Relay is a type of switch. So I will show you the circuit. Here you can see that നമ്മളൊരു ഇതാണ് primary circuit എന്ന് പറയുന്നത്. You know electromagnet. Electromagnet is a magnet. It is a temporary magnet in which it gets magnetized when electricity is passed through. It will be demagnetized when electricity is off. Electricity is switched off. Okay, so when current is on, it will be magnetized. When current is off, it will be demagnetized. That is a temporary magnet. Okay, that is electromagnet. So here we can see that this is a power supply. When a current is passed through the circuit, this will be magnetized. We know that the magnetic material will attract the this particular magnet will attract the magnetic material. So this will attract the switch and this circuit will be closed. Okay, which is having a supply of 240 volt. Okay, so automatically അതെന്താവും? ഈ സ്വിച്ച് നമുക്ക് നമ്മൾ ചെറിയ മൈനർ സർക്യൂട്ടേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡ്യൂ ടു ദിസ് ഇലക്ട്രോമാഗ്നറ്റ് this particular switch is attracted to this, അതപ്പോൾ ക്ലോസ്ഡ് ആവും. ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവും and it is working. Okay, ഇങ്ങനത്തെ type of switchനെയാണ് we call it as relay switches. Okay, a relay is a type of switch that work using an electromagnet. When a relay is used, there are two circuits. The electromagnet coil of the relay is in one circuit and switch is in the other circuit. അപ്പോൾ റിലേ എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ഷൻ ചേർന്ന് വരുന്നതാണ്. ഒരു ഇലക്ട്രോമാഗ്നറ്റും ഒരു സ്വിച്ചും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു സെക്ഷനെയാണ് വി കോൾ ഇറ്റ് ആസ് റിലേ. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു ബ്ലൂ കളർ ഡോട്ടഡ് ലൈൻസിൽ ഇൻഡിക്കേറ്റ് ചെയ്ത മുഴുവൻ സെക്ഷനെയാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? റിലേ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മെയിൻലി വി ആർ യൂസിങ് ദിസ് റിലേ സിസ്റ്റം ടു കൺട്രോൾ ദി ഹയർ വോൾട്ടേജ് സർക്യൂട്ട് ബൈ എ ലോവർ സർക്യൂട്ട്. ഓക്കെ, സോ വെൻ എ കറന്റ് flows through the relay coil in the first circuit, it becomes magnetized. It pull on the switch in the secondary circuit, causing it to close and allowing a current flow through the secondary circuit. The second circuit involves a large voltage which would be dangerous of an operator to switch or which could not be switched by a normal electronic circuit. These work at a low ചിലപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്ക്സിനൊക്കെ 230 വോൾട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഓപ്പറേറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കറണ്ട് പാസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു primary circuit വെച്ചിട്ട് we can operate the secondary circuit. So these types of circuits are known as, these type of switches known as relay. Okay, relay is used to link two circuit together. It is a composed of a coil and a switch. ഒരു coil ഉണ്ടാവും, that is for an electromagnet and a switch. Okay, സോ നെക്സ്റ്റ് ഈ റിലേൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയപ്പോൾ എക്സാമിന് റിലേസ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു
consider that when relay is used, there are two complete circuits. രണ്ട് സർക്യൂട്ട്, അതായത് ഒരു ബോക്സും വേണം ഒരു സ്വിച്ചും വേണം. ആ ബോക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോണിക് കോയിൽ, ദാറ്റ് മീൻസ് an ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെൻസിങ് സർക്യൂട്ട്. നമ്മൾ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ നോക്കി. ട്രാൻസ്ഡ്യൂസേഴ്സ് എങ്ങനെയാണ്? ഒരു ഇൻപുട്ട് സിഗ്നൽ തരും, സർക്യൂട്ടിലോട്ട് പാസ് ചെയ്യും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലേ ട്രാൻസ്ഡ്യൂസർ. ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൽ ഞാൻ പറഞ്ഞു യു ക്യാൻ യൂസ് എനി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഡ്യൂസേഴ്സിൽ നമുക്ക് LDR യൂസ് ചെയ്യാം, തെർമിസ്റ്റർ യൂസ് ചെയ്യാം, റിലേസും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഫങ്ഷനിങ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിലേ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ചില ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിലൊക്കെ ടെമ്പറേച്ചർ എപ്പോഴും ലോ ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു റിലേ സ്വിച്ച് ഒരു തെർമിസ്റ്ററിനെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. റിലേ സ്വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ സർക്യൂട്ട് സെൻസസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഓർ എ ഹൈ ലെവൽ. So, figure 19.8 shows a circuit that will set off a loud alarm when temperature rises. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന തെർമിസ്റ്റർ എപ്പോഴും അറ്റ് ഹയർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എങ്ങനെയാണ്? അറ്റ് ഹയർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ അറ്റ് ഹയർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അറ്റ് ലോവർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കറിയാം ഒരു ഫ്രീസിങ് യൂണിറ്റിൽ ടെമ്പറേച്ചർ എപ്പോഴേക്കും ലോവർ ആയിരിക്കും. ടെമ്പറേച്ചർ ലോവർ ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്താ? ഹയർ ആണ് അല്ലേ? സോ വെൻ ടെമ്പറേച്ചർ ഇസ് ലോ ദ തെർമിസ്റ്റർ ഹാസ് എ ഹൈ റെസിസ്റ്റൻസ്. സോ ബിഫോർ ദാറ്റ് എന്താ ഈ സർക്യൂട്ട് എന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ഈ സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ ഇൻഡസ്ട്രിയൽ ഫ്രീസർ. ഇഫ് ദ ഫ്രീസർ ഫെയിൽസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രോസൺ വുഡ് ബി നമുക്കത് കേടുവന്നു പോകും, റിയൂണ്ട്. സോ ഹിയർ ഇസ് ഹൗ ദ സർക്യൂട്ട് ഇസ് വർക്കിംഗ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ലോ ആവുന്ന സമയത്ത് ഐ ടോൾഡ് യു ഇൻ തെർമിസ്റ്റർ ആസ് ദ ടെമ്പറേച്ചർ ഇസ് ലോ റെസിസ്റ്റൻസ് വിൽ ബി ഹൈ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കറണ്ട് അതിൽ കൂടെ അധികം പാസ് ചെയ്യില്ല. ദ കറണ്ട് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദ സർക്യൂട്ട് ഇസ് സ്മോൾ. അപ്പോൾ അവിടെ റിലേ എന്താവും? കണക്റ്റഡ് ആവില്ല, ഇലക്ട്രോ മാഗ്നറ്റ് ഒന്നും അധികം വരില്ല. അപ്പോൾ നമുക്ക് അവിടെ റൈറ്റ് ഹാൻഡ് സർക്യൂട്ടിൽ ഒന്നും വേണ്ട. അതായത് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂടുതൽ, അതായത് ടെമ്പറേച്ചർ കുറവാകുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സ്മോൾ കറണ്ടാണ് ഇതിൽ കൂടെ പോവുണ്ടാവുക. അപ്പോൾ ഈ കണക്ഷൻ വർക്ക് ആവില്ല. ബെല്ലൊന്നും അവിടെ വേണ്ട, ബിക്കോസ് ഒരു ഫ്രീസറിൽ എപ്പോഴും ലോ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. അറ്റ് ഹൈ ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ ടെമ്പറേച്ചർ കൂടാണ്, ഫ്രീസറിൻ്റെ സിസ്റ്റം മാറി. സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞു. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻ? കറണ്ട് ഇതിലൂടെ പോയി. കറണ്ട് ഇസ് പാസിംഗ് ത്രൂ ദിസ് പെർട്ടിക്കുലർ സർക്യൂട്ട് ആൻഡ് it is attached, this switch is attached due to this electromagnet, and ഇവിടെ ബൾബ് ബസർ ആവാൻ തുടങ്ങും, ബസ് റിങ് ചെയ്യും. സോ ഈ ഒരു സിസ്റ്റത്തിന് നമുക്കൊരു ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്, ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തെർമിസ്റ്റർ ആൻഡ് എ റിലേ. സോ വെൻ ദ ടെമ്പറേച്ചർ റൈസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ തെർമിസ്റ്റർ decreases, the current flowing current through the relay coil increases, pulling the relay switch closed. Now as the current flows in the right hand circuit, and this makes a bell ring. This circuit could be adapted to detect changes in light level or light level. For example, light in a museum are switched off at light. അപ്പോൾ ഒരു തീഫ് എന്തെങ്കിലും മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ടോർച്ച് എന്തെങ്കിലും യൂസ് കഴിഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് അലാംസ് വരുന്ന പോലെയും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ ഒരു ട്രാൻസ്ഡ്യൂസറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? അറ്റ് ലോവർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. സോ ഈ സർക്യൂട്ട് വർക്ക് ആവില്ല. അപ്പോൾ ഫ്രീസർ നോർമൽ കണ്ടീഷൻ. അറ്റ് ഹയർ ടെമ്പറേച്ചർ ആവുന്നപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കുറയും, കറണ്ട് പാസ്സാവും, ഇലക്ട്രോ മാഗ്നറ്റ് വർക്ക് ആവാൻ തുടങ്ങും, അറ്റാച്ച് ചെയ്യും, ബെല്ല് വർക്ക് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഞാൻ പറഞ്ഞ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസും കൂടുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ എന്താ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുന്നു എന്നാണ്. അപ്പം നമ്മൾ തെർമിസ്റ്ററിൽ സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്? മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലല്ലേ? കൂടുതലാവുന്ന സമയത്ത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൽ മതി. അപ്പോൾ നേരത്തെ എന്താ അങ്ങനെ പഠിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലാക്ടസ് വൈബ്രേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്താണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു, ഈസിയായി പാസ് ചെയ്തു.
ഇത് ഒരു പോയിന്റ്. ഇനിയൊരു ഇതിന്റെ വൈസ് വേഴ്സയും ഞാൻ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടി റെസിസ്റ്റൻസും കൂടി, അതെങ്ങനെയാണെന്നും ഞാൻ പറയാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടിയും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പം ഈ കേസിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ആസ് ടെമ്പറേച്ചർ increases, resistance is decreasing. As temperature increases, resistance is decreasing in a thermistor in one condition. Okay, ഇപ്പം അങ്ങനെ ഒന്ന് പഠിച്ചാൽ മതി. Okay, thank you children.